ഹായ് സഹോദരങ്ങളെ, നാം വീണ്ടും വന്നു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കാലവർഷമൊക്കെ മാറിയതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിലൂടും നല്ല ചൈതന്യത്തോടും കൂടെ നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നു. ആ ഒരു നല്ല ദിവസത്തിൽ നല്ല ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇനി നല്ലൊരു വചനം കേൾക്കുവാനും നല്ലൊരു സന്ദേശം കേൾക്കുവാനും ദൈവം നമ്മളെ ഇന്ന് വിളിച്ചതിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. തമ്പുരാനെ, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കാലവർഷമൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്നു പോകുന്നു. മഴക്കെടുതികളും വെള്ളപ്പൊക്കവും കടലാക്രമണവും പ്രകൃതിക്ഷോഭം എല്ലാം ഭയങ്കരമായി നമ്മളിതൊന്നും ബാധിച്ചിട്ടില്ലെങ്കിലും കുറേ പേര് ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വീടും കൂടൊന്നും ഇല്ലാതെ നല്ലൊരു ആഹാരം ഇല്ലാതെ അവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമ്മളിവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊക്കെ ഇപ്പോൾ അവരെ അവിടെ ചെന്ന് അവരുടെ ഭവനങ്ങളിൽ ചെന്നൊന്നും അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് നിവർത്തിയില്ലല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ തമ്പുരാന് സമർപ്പിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. മറ്റുള്ള സഹോദരങ്ങളൊക്കെ അതിന് സാധിക്കട്ടെ എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ചാനലും വാർത്തകളൊക്കെ കാണത്തില്ലേ? ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധം, ഭയാനകമായ യുദ്ധങ്ങൾ നടക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാം. അപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ നേരത്തെ ആഹാരത്തിനും പാർപ്പിടമില്ലാതെയൊക്കെ അലഞ്ഞു നടക്കുകയാണ്. ഭീകരവാദികളുടെ ആക്രമണങ്ങളും യുദ്ധങ്ങളും ഉറവുകളികളും എന്തെല്ലാം അപകടങ്ങളിലേക്കാണ് അന്തിമ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ ഇടപെട്ട് എല്ലാം നേർവഴിക്ക് നയിക്കാനും സമാധാനപൂർണ്ണമായൊരു ജീവിതം എല്ലാവർക്കും കൈവരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാത്താൻ അലറി വിളിച്ച് നടക്കുന്നതോളം കാലം സമാധാനം നമ്മുടെ ഇടയിൽ നിന്നേ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവനിങ്ങനെ ആരെ കൊന്ന് തിന്നണമെന്ന് ഓർത്ത് നടക്കുന്നവനല്ലേ. അവന് സമാധാനം അറിയില്ലല്ലോ. അവൻ ആക്രമണം മാത്രമല്ലേ അറിയത്തുള്ളൂ. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ നല്ല സ്നേഹത്തിനും കൃപയ്ക്കും അവിടുത്തെ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഇന്ന് എന്താ സന്ദേശമായി പറയാൻ പോകുന്നതെന്ന് അറിയാം. നമുക്കിന്ന് വചനം വായിക്കാം. വചനം വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് സന്ദേശമായിട്ട് എടുക്കാം അല്ലേ? ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 3-16 അധ്യായം 26 വരെയുള്ള തിരുവചനം. 16 മുതൽ 26 വരെയുള്ളത്. ഓക്കെ. വചനം വായിക്കുമ്പോൾ മറ്റൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. നിങ്ങൾ സന്നദ്ധരായിരിക്കണം. അത് ശ്രദ്ധിച്ചതിൻ്റെ കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വചനം വായിച്ചു, അതിലത് എഴുതി വെച്ച് നമ്മൾ വായിച്ചു, അത് പോയി. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടിരുന്നില്ല. ജീവിതത്തിൽ നമ്മൾ കൊണ്ടിരുന്നില്ല എന്ന് വരുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ തമ്പുരാൻ്റെ വചനം കേൾക്കാനോ അത് അനുസരിക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ തമ്പുരാൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അത് ഉപകാരപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ നോക്കണം. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് നമുക്ക് നേട്ടം ഉണ്ടാകുക. അല്ലാണ്ട് ചുമ്മാതെ വായിച്ചിട്ട് പോയിട്ട് ചുമ്മാതെ അത് കേട്ട് മറന്നു പോകാനുള്ളതല്ല. വചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായിരിക്കണം എന്നും. അത് മാറിപ്പോകരുത്. ചുമ്മാതെ ഇത് വായിച്ച് കേട്ട് രസിച്ച് വിടാനാണെങ്കിൽ നമുക്കിത് വായിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്കിത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വായിക്കാൻ നമ്മളെല്ലാവരുടെ ഭവനങ്ങളിലും ബൈബിളുണ്ടല്ലോ. അത് എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിലെന്താണ് നമ്മളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് മറ്റുള്ളവരുടെ ഇതൊക്കെ പങ്കുവയ്ക്കുന്നത്. അത് നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കണം. വായിക്കാം കേട്ടോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 16 മുതൽ 26 വരെയുള്ള തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു: സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസ്വരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരും ആണ്. പേടിയാന്നില്ലേ കേട്ടിട്ട്? സിയോൻ പുത്രിമാരും ദൈവത്തിൻ്റെ മക്കളെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ.
അപ്പോൾ അവർ പാദസ്വരം കിലുക്കി. ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാനേ പാടില്ല. ഇത് വായിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ഞാനൊക്കെ പാദസ്വരം ഇട്ടിട്ടുണ്ട്, ഞാത്തുള്ള കമ്മലിട്ടിട്ടുണ്ട്, ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, വലിയതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ. പക്ഷേ ഇതൊക്കെ എടുത്ത് ദൂരെ അറിയാൻ എനിക്ക് തോന്നുന്നത് പേടിച്ചിട്ട്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ എനിക്ക് ഭയമാണ്. കൈ നിറച്ച് വളയും വലിയ മാലകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ടല്ലേ നമ്മുടെ ഇടയിൽ. കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ കിലോ കണക്കിന് ഇട്ടുകൊണ്ടാണ് വരുന്നവരൊരുത്തർ. ഇത് ഈ വചനം ഇവർക്കത് ബാധകമല്ലേ? കേട്ടോളുക. ചെയ്യുന്നവരും ആണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങ് കൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിൻ്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരവസ്ത്രവും തോൾവാളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും എല്ലാ ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വില പിടിച്ച വസ്ത്രവും മേലങ്കയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ എത്ര ലളിതമായി നടക്കണമോ അത്രയേ ലളിതമായി നടക്കേണ്ടവരായിരുന്നില്ലേ ദൈവമക്കളെ നമ്മൾ? അല്ലേ? നമ്മളിത് എത്ര ലളിതമായി നമ്മൾ നടക്കേണ്ടവരാണ്. ആ നമ്മൾ ആവശ്യമില്ലാത്ത അലങ്കാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ വാരി കെട്ടി പൊതിഞ്ഞു പിടിച്ച് കർത്താവിന് ഇഷ്ടം. കർത്താവ് എത്രമാത്രം വെറുപ്പോടെ ആയിരിക്കും നമ്മളെ വീക്ഷിച്ചിട്ടുണ്ടാവുക. പറഞ്ഞ കേട്ടില്ലേ ഇതിനകത്ത്? മുദ്രമോതിരം, മൂക്കുത്തി. അല്ലെങ്കിലും ക്രിസ്ത്യാനികൾക്ക് മൂക്ക് കുത്തണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എത്ര ക്രിസ്ത്യാനി പെൺകുട്ടികളാണ് മൂക്ക് കുത്തിയവർ നമ്മുടെ പള്ളിയിൽ വരുന്നത്. എനിക്ക് അവരെ കാണുമ്പോൾ ആ മൂക്കത്തെ അടക്കം പറിക്കാനാണ് തോന്നുന്നത്, പറിച്ചെറിയാൻ. അവർക്കിതൊന്നും ബാധകമല്ലെന്നുണ്ടോ? ഇതൊക്കെ പഠിച്ചല്ലേ അവരൊക്കെ മുന്നോട്ട് വരുന്നേ? അതോ ഇനി അനുസരിക്കില്ല എന്നാണോ? ധിക്കാരം കാണിക്കുമെന്നാണോ? എന്നോടല്ല കേട്ടോ, ഈ വചനം പങ്കുവയ്ക്കുന്നവരോടല്ല. ഇത് നിങ്ങളെ ഉപദേശിക്കുന്ന സിസ്റ്റേഴ്സിനോടോ അല്ലെ പള്ളിയിലെ അച്ഛന്മാരോടോ അല്ലെ ധ്യാനഗുരുക്കന്മാരോടോ അല്ല. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും നമ്മുടെ തലകൾ. നമ്മുടെ തല എന്നിട്ട് മുണ്ടനം ചെയ്യും, മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് മൊട്ടയടിക്കും. ഒരു പേടിയില്ലല്ലേ? ഒരു പേടി നമുക്കില്ലല്ലേ? കർത്താവിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതല്ലേ ഇതൊക്കെ? കേട്ടോളൂ. പരിമളത്തിന് പകരം ദുർഗന്ധം. തലയിൽ ചിരങ്ങും ചൊറിയും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധ. അരപ്പട്ടയ്ക്ക് പകരം കയർ, പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി, വിലപിടിപ്പുള്ള പുറംകുപ്പായത്തിന് പകരം ചാക്ക്, സൗന്ദര്യത്തിന് പകരം അപമതി. നിന്റെ പുരുഷന്മാർ വാളിനിരയാകും, പ്രബലന്മാർ യുദ്ധത്തിൽ നിലം പതിക്കും, നഗര കവാടങ്ങൾ വിലപിക്കും, ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും. മനസ്സിലായോ? ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഈ വചനം നിങ്ങളിത് വായിക്കണം. എൻ്റെ വചനം ഇന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മക്കളെ നിങ്ങളിത് വായിക്കണം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-26 വരെയുള്ള വചനം നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കണം. ഇത് വായിച്ചിട്ട് നിങ്ങൾ ഈ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ഈ ശരീരത്തിൽ, നിങ്ങളുടെ ഈ ശരീരത്തിൽ, ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ എന്തൊക്കെ സാത്താന സമ്പത്താണ് വാരിക്കൂട്ടി വെച്ചിരിക്കുന്നതെന്നും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്നും ഒരു നിമിഷം ആലോചിക്കണം. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക. പിന്നീട് ആലോചിക്കാനുള്ള സമയം നമുക്ക് തമ്പുരാൻ തരില്ല. ഇത് വായിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച് വിറച്ച് പോയിട്ടുണ്ട്. പേടിച്ച് വിറച്ച് പോയ ദിവസങ്ങളുണ്ട് എനിക്ക്. ദൈവമേ, ഇത് മറ്റുള്ളവരായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ വചനം പ്രത്യേകം എടുക്കാൻ കാരണം. നമ്മളോട് ആരാണ് മൂക്കുത്തി? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്താലേ ഞാൻ പറഞ്ഞിരുന്നു, സീമന്തരേഖ. ഇവിടെ ഒരു പൊട്ട്. ഈ പൊട്ടിൻ്റെ ആവശ്യം ക്രിസ്ത്യാനികൾക്കില്ല. ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ പാടില്ല. അത് ഹിന്ദു മതസ്ഥരുടെയാണ്.
നമ്മൾ അവരെ കോപ്പി അടിക്കേണ്ട. ഒരിക്കലും അവർ നമ്മളെ കോപ്പി അടിച്ചിട്ടില്ല. പിന്നെ നമ്മളെന്തിനാണ് അവരിൽ നിന്നെല്ലാം കടം വാങ്ങുന്നത്? നമ്മളെല്ലാം അവരോട് കടം പറ്റുകയാണ്. പിന്നെ തീരാത്തൊരു ബാധ്യതയായി നമ്മുടെ ജീവിതത്തിൽ കിടക്കുക. കടം പറ്റുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു 10 രൂപ മേടിച്ച് കടം തിരിച്ചു കൊടുക്കുന്നത് അതുപോലെയുള്ളതല്ല ഇത്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? എന്ത് കിട്ടിയാലും നമ്മളത് ഉപയോഗിക്കരുത്. ആരെന്ത് തന്നാലും അത് നന്മയാണോ തിന്മയാണോ തിരിച്ചറിയണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം ആരിൽ നിന്ന് നമ്മൾ പറ്റുന്നത് നമ്മൾ അറിയണം ആദ്യം. അത് സാത്താൻ്റെ ആണോ ദൈവത്തിൻ്റെ ആണോ എന്ന്. ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ നമ്മൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ അത് ആരുടേതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാണുന്നെല്ലാം കൈനീട്ടി വാങ്ങരുത്. അത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇതൊക്കെ ഈ വചനം വായിച്ചിട്ട് എന്നെ സത്യം പറഞ്ഞ് എനിക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളുണ്ട്. പേടിച്ച് വിറച്ചിട്ട് ഞാൻ സത്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വചനം നിങ്ങൾക്ക്, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ബൈബിളുണ്ട്. നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആരെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാവോ? ബെന്തിക്കോസുകാരെ. അവരൊരു സാധനം ഉപയോഗിക്കുകയില്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് അവരോട് എന്നും കടപ്പാടുണ്ട്. അവർ വിഗ്രഹങ്ങളിൽ ആരാധിക്കാറില്ല, ആഭരണങ്ങൾ അണിയാറില്ല. ഇത് വേണ്ട എന്ന് അവരൊക്കെ വചനം വായിച്ച് ആ വചനത്തിൽ നിന്ന് അവരത് മനസ്സിലാക്കി എടുക്കുന്നതുകൊണ്ടാണല്ലേ നമ്മൾ ആ ഒരു കാര്യത്തിൽ അവരെ നമ്മൾ പിന്തുടർന്നേ മതിയാവുള്ളൂ. പെന്തിക്കോസ്തുകാരെ എല്ലാവർക്കും അപജ്ഞയും പുച്ഛവുമാണ്. പക്ഷെ അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ അതുപോലെ പാലിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് അവരെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ കത്തോലിക്കരോ അല്ലെങ്കിൽ മറ്റു ഏത് സഭകളാണെങ്കിലും ആഭരണങ്ങളൊക്കെ വേണമെങ്കിൽ ചെറുതായ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ, നമ്മൾ സ്ത്രീകളാണ്, വേണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ആവണ്ട എന്നല്ല. അത് ഓവർ ആവരുതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരിയായിരിക്കാം. എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമേ വിശകലനം ചെയ്ത് നിങ്ങളോട് പറയുന്നതാണ്. ഓവർ ആവരുത്. ഒത്തിരി 5 ഉം 6 വളകളിട്ട് നമ്മളിങ്ങനെ എന്താ അതിനൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും. മുഷിഞ്ചലും മോശമായ കമൻറ്റുകളൊക്കെ വന്നാൽ അത് വലിയ പ്രശ്നമല്ലേ. ഞാൻ ആരെ മുഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറയുകയില്ല. നന്മ തിന്മയെ പറയണമെങ്കിൽ നമ്മൾ ദൈവസന്നിധി നിന്നുകൊണ്ട് ദൈവത്തെ പ്രതി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ പ്രതി ആയിരിക്കട്ടെ. നമ്മൾ ആരെയും വിമർശിക്കാൻ നമ്മൾ തികഞ്ഞവരല്ലല്ലോ. നിങ്ങളതൊന്നും മനസ്സിലായി. മൂക്ക് കുത്തരുത്. കാതിൽ ചെറിയൊരു കമ്മൽ നിങ്ങൾക്ക് ആവാം, അത് വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയില്ല. പക്ഷേ ഇവിടം വരെ മേക്കാതുകളോട് കുത്തി നമ്മൾ ഈ തമിഴ് സ്ത്രീകളൊക്കെ വരാറില്ലേ നമ്മുടെ വീടുകളിലൊക്കെ, നമ്മൾ അവരെയൊക്കെ കാണാറില്ലേ? അപ്പോൾ അവരുടെ കാതുകളിലൊക്കെ ഇവിടം വരെ ഉണ്ട്. പഴയ മുസ്ലിം സഹോദരിമാരുടെ കാതിലുമുണ്ട് ഇങ്ങനെ ഇതുപോലെ. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം ഈ മേക്കാതൊക്കെ എന്തിനാണ് കുത്തുന്നത്? കുഞ്ഞുങ്ങളെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്? എന്ത് മേന്മയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾ ഈ വചനം കേട്ട് ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരുടെങ്കിലും കാതിൽ ഈ മേക്കാതുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് എനിക്ക് വിശദീകരിച്ച് തരണം. പറയാൻ നന്മനസ്സുണ്ടെങ്കിൽ. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പറഞ്ഞ ന്യായങ്ങൾ അത് ദൈവികമല്ല, പൈശാചികതയുടെയാണ്. സാത്താനിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പ്രേരണകളും ഈ പ്രലോഭനങ്ങൾ അകപ്പെടരുന്ന് എത്ര വട്ടം എവിടുന്നല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രലോഭനങ്ങൾ അകപ്പെടരുത്. ആസക്തിയിൽ അകപ്പെടരുത്. മോഹങ്ങൾ ഈ ലോകമോഹങ്ങളിൽ അകപ്പെടരുന്ന് എത്ര വട്ടം ആരൊക്കെ എവിടുന്ന് എന്തെല്ലാം ഭാഷയിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എവിടുന്നെല്ലാം വിളിച്ചു കൂവിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ഒരു തരുമ്പ് പോലും നിങ്ങൾക്ക് മനസ്സില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്? അല്ലേ? ആണോ അല്ലയോ? ഇനിയാണെങ്കിലും സമയം ഒട്ടും വൈകിട്ടില്ല. നിങ്ങളത് കളയുക. സാധാരണ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ഇതൊക്കെ പിശാചിനെ വിളിച്ചു വരുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാ. വേണ്ട, ഇത് വേണ്ടെന്നേ. ഇത് കളഞ്ഞേക്ക്. കാതൊക്കെ കുത്തിയതായതുകൊണ്ട് ചെറിയൊരു കമ്മലോ കുഞ്ഞൊരു കമ്മലോ ചെറിയൊരു മാലയോ ഒക്കെ ആവാം. അത് ഓവർ ആവരുത്. ആകാന്ന് ഞാൻ പറയുന്നില്ല. എനിക്കതും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതും എനിക്കിഷ്ടമില്ല. പക്ഷെ എൻ്റെ ഇഷ്ടങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഈ വചനത്തെ വായിച്ച് ഇത് കേട്ടിട്ട് പേടിച്ച് വിറച്ചിട്ട് ഞാൻ പറഞ്ഞു പോന്ന. നമ്മൾ എന്തിനാണ് വേണ്ടാത്തതൊക്കെ വയ്യാവരികളൊക്കെ വലിച്ച് തലയിൽ വെക്കുന്നത്? അരപ്പട്ടയ്ക്ക് പകരം കയറ് കെട്ടുമെന്നാണ് പറഞ്ഞത്. ഈ നടുവേദനയും കൈകാല് തളർച്ചയും കാലിൻ്റെ അസ്ഥിവേദനയൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നില്ലേ?
കർത്താവ് കെട്ടിത്തരുന്ന അരക്കയറിൻ്റെ പവർ അതൊക്കെ. പിന്നെ വടം കിട്ടുന്നു കയർ കിട്ടുന്നൊക്കെ പറഞ്ഞത് ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കിട്ടുന്നതല്ല. അത് കർത്താവിൻ്റെതായ ഒരു സംവിധാനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മുടെ അരയെ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ രോഗങ്ങളും ബാധകളൊക്കെ വരുന്നത്. നടുവേദന എടുത്തിട്ടും നട്ടെല്ല് പൊട്ടിപ്പോകുന്ന വേദനയും നടുവിൻ്റെ ഡിസ്ക് അകന്നു അടുത്തു പോയെന്നും നരമ്പുകൾ എല്ലിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയെന്നൊക്കെ പറയുന്നില്ലേ? ഇതുപോലുള്ള കയറുകൾ കെട്ടിത്തരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊന്നും ഇല്ലാതിരുന്ന ഇതൊന്നും വരികയില്ല. കർത്താവ് ഇതൊക്കെ അങ്ങ് നമ്മുടെ അരയിലങ്ങ് കിട്ടിവിടും, അനുഭവിച്ചോളാൻ പറഞ്ഞിട്ട്. പിന്നെ പ്രാർത്ഥിച്ച് എവിടെ കേൾക്കാനാ? നമ്മളെ ആദ്യം മാറ്റം വരുത്തണം, അല്ലാണ്ട് ഒന്നും നടക്കുകയില്ല. പാദസരം കിലുക്കി മുക്കുത്തിയിട്ട് എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വിറയൽ വരും ശരീരത്തിന്. ഇതൊക്കെ വായിച്ചിട്ടും ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിൽ ഈ പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഭജനം ഇരുന്നിട്ടും ജീവനുള്ള ഭജനം ഇരുന്നിട്ടും അതിന് ലെവലേശം അനുസരിക്കാതെ ധിക്കരിച്ച് ഗർവിഷ്ഠരായി, ധിക്കാരഭാവം, ഗർവിഷ്ഠരെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗർവിഷ്ഠര്. കർത്താവ് അരുളി ചെയ്യും, സീയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരുമാണെന്ന്. അഹന്തതയോടെയും ഗർവോടെ നടക്കുന്നത്. ഇതൊക്കെ അണിഞ്ഞൊരിക്കും, നീ എന്നെ കണ്ടോടി, നിനക്കിതില്ലല്ലോ, ഇല്ലാത്ത സാധുക്കളെ പരിഹാസിച്ചുകൊണ്ട് ഇത് നിനക്കൊന്നും ഇല്ലല്ലോടി, കണ്ടോടി ഞാൻ ഇട്ട് നടക്കുന്നത്, നിനക്ക് ദൈവം ഇതൊന്നും തന്നിട്ടില്ലടി, ഞങ്ങൾക്ക് ദൈവം ഇതെല്ലാം തന്നടി എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരിയല്ലേ? അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണ് സത്യം. ഇതൊക്കെ നിങ്ങളിട്ട് പാവങ്ങളുടെ ഇതൊന്നും ഇല്ലാത്ത ദരിദ്രരുടെ മുമ്പിൽ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ പട്ടുസാരിയും സ്വർണ്ണവളയും പിന്നെ ഒത്തിരി മാലകളും ആഭരണങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ അതുങ്ങളുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സ് അവരെ നോക്കി മന്ത്രിക്കുന്നത് പുച്ഛത്തോടെ പറഞ്ഞ് ഇതാണ്, ഇതൊന്നും നിനക്കില്ലല്ലോടി, ഞങ്ങൾക്ക് കർത്താവ് ഇതെല്ലാം തന്നതാടി, നീ കണ്ടോടി, നിന്റെ അഹങ്കാരം കൊണ്ടാടി നിനക്കതൊന്നും കിട്ടാത്തത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ കോലം കെട്ട് ഒരു ഗതിയുമില്ലാതെ ദരിദ്രയായി നീ ഇങ്ങനെ നടക്കുമോ? കീറി വസ്ത്രങ്ങളും ഒന്നിനും കൊടുക്കാൻ ഒന്നും മറുതുണി ഇല്ലാതെ നീ ഇങ്ങനെ നടക്കുമോ? നിനക്ക് ദൈവം തന്ന ശിക്ഷയാടി ഇത്, നീ അങ്ങനെ തന്നെ നടക്കടി എന്നാണ് നിങ്ങൾ ഈ ഞെളിഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ പറയുന്നത്. ഇതുപോലെ ആഭരണങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നവർ, ഇതുപോലെ പട്ടുവസ്ത്രം വിളിച്ചത് അണിഞ്ഞ് ഒരുങ്ങി മേക്കപ്പൊക്കെ ചെയ്ത് നിങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെ നോക്കി പറയുന്നത് ഇങ്ങനെയാ. ദരിദ്രയായി ഞങ്ങളെ പോലുള്ളവരെ നോക്കി നിങ്ങൾ പറയും. പക്ഷെ അതിനുള്ള മറുപടി തമ്പുരാൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. കറണ്ട് പോയി, ഇരുട്ടായി, കറണ്ട് പോയി കേട്ടോ, അതുകൊണ്ട് വെളിച്ചം മങ്ങിപ്പോയി. അതുകൊണ്ട് വചനം ഞാനിവിടെ പൂർത്തിയാക്കാണ്. ദൈവമക്കളെ, നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ, കർത്താവിനെ ബഹുമാനിക്കുന്നുവെങ്കിൽ, കർത്താവിനെ അനുസരിക്കുന്നുവെങ്കിൽ, കർത്താവിനോട് മറുതലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും ഇത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നമ്മളെ നയിക്കുമാറാകട്ടെ, നമുക്ക് നേർവഴി കാണിച്ചു തരുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവരുടെ ഭവനങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കുമാറാക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവങ്ങൾക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുന്നു. ഇതിവിടുന്ന് പൂർണ്ണമാകുന്നു. കറണ്ട് പോയപ്പം ഒന്നും വ്യക്തമാകുന്നില്ല അല്ലേ? ശരി, നമുക്ക് വീണ്ടും കാണാം.